എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ മൂന്നാളും കൂടിയിട്ട് ഒരു ഗേൾസ് ഓൺലി ഷോപ്പിങ്ങിന് വേണ്ടി പോവുകയാണ്. പോണത് വേറെ എവിടേക്കല്ല, ചെന്നൈയിലുള്ള ടി നഗറിക്കാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഷോപ്പ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് സ്പോട്ടാട്ടോ ടി നഗർ. ഞങ്ങളുടെ ഭർത്താക്കന്മാരില്ലാതെ ആദ്യമായിട്ടാട്ടോ ഞങ്ങൾ മൂന്നാളും കൂടിയിട്ട് ഇങ്ങോട്ട് വരുന്നത്. ഞങ്ങൾ അവിടെ നിന്ന് ഒരു 3/4 മണിക്കൂർ യാത്ര കേട്ടോ. ഞങ്ങൾ അവിടെ നിന്ന് ഓട്ടോ കൂട്ടിയിട്ട് നേരെ ചെങ്കൽപ്പേട്ട് റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടെ നിന്ന് ലോക്കൽ ട്രെയിനിൽ കയറി ഒരു 3/4 മണിക്കൂർ ഞങ്ങളിതാ ഇവിടെ എത്തി. ഒരു 12:30 ആയപ്പോഴാണ് ഞങ്ങൾ അവിടെ എത്തിയിട്ടോ. അപ്പം തന്നെ അത്യാവശ്യം കുറച്ച് തിരക്കൊക്കെ ഉണ്ട്. ഞങ്ങൾ ആദ്യം പോയത് ഇതാ ഈ പാണ്ഡ്യൻ ബാംഗിൾസ് എന്ന് പറഞ്ഞ ഈ ഷോപ്പിലേക്ക് കേട്ടോ. ഇവിടുത്തെ തിരക്ക് കണ്ടിട്ടാട്ടോ ഞങ്ങൾ മെയിനായിട്ട് കയറിയത്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് നമ്മൾ നോക്കുമല്ലോ. അങ്ങനെ കയറിയപ്പോഴാണ് ഏകദേശം ഒട്ടുമിക്ക എല്ലാ സാധനങ്ങൾക്കും നല്ല റേറ്റ് കുറവാട്ടോ. നമ്മളെ നാട്ടിലത്തേനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടെ നല്ല റേറ്റ് കുറവാണ്. കമ്മലുകളും നല്ല അഫോർഡബിൾ റേറ്റിനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ചില കമ്മലുകളൊക്കെ നല്ല റേറ്റ് ഇട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് എനിക്ക് കമ്മലുകൾ അധികം അങ്ങനെ ഇഷ്ടമായില്ല. എന്നാലും ഞാൻ അവിടുന്ന് കുറഞ്ഞൊരു 2 കമ്മലോ 3 കമ്മലായിട്ട് ഞാൻ അവിടുന്ന് എടുത്തിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോയത് ഈ ആൻറ്റിക്കിൻ്റെ കളക്ഷൻ നോക്കാനാണ്. എനിക്ക് നല്ല ഇഷ്ടമായി. 400-500 ഒക്കെ കേട്ടോ ഈ വളകളുടെ ഒക്കെ റേറ്റ്. എനിക്ക് നല്ല ഇഷ്ടമായി പറഞ്ഞാൽ നല്ല ഇഷ്ടമായി. ഞാൻ മേടിക്കുകയും ചെയ്തില്ല. വേറൊരു ദിവസം വന്നിട്ട് മേടിക്കണം. നാട്ടിൽ ഇതിൻ്റെ റേറ്റൊക്കെ എന്താണെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. എനിക്കറിയില്ല, ഞാൻ നാട്ടിൽ ഇങ്ങനെ നോക്കിയിട്ടില്ല. നല്ല ഭംഗിയുള്ള ഫാൻസി ടൈപ്പ് വളകളും ഉണ്ട് കേട്ടോ. നല്ല കല്ല് വെച്ചതാണെങ്കിലും എന്താ പറയുക, ഒരു പ്രത്യേക ഭംഗിയാണ് ഉണ്ടായിരുന്ന ആ വളകൾക്കൊക്കെ. അത് കഴിഞ്ഞിട്ട് ഇതാ ഞങ്ങൾ കണ്ടത് ഈ അരപ്പട്ട കേട്ടോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. കല്യാണത്തിൻ്റെ സമയത്തൊന്നും ഇത് കണ്ടില്ലല്ലോ എന്നുള്ളൊരു സങ്കടമായിരുന്നു. ഇതൊക്കെ നല്ല അഫോർഡബിൾ ആട്ടോ. പിന്നെ കണ്ടത് ഇതാ നമ്മുടെ മീശോ മാലകളാട്ടോ. മീശോത്തെ സെയിം സാധനങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. മീശോനെങ്കാട്ടിയും കുറച്ച് റേറ്റ് കുറവായിട്ട് ഇവിടെ ഉണ്ട് ചില മാലകളൊക്കെ. ചിലത് മീശോനെങ്കാട്ടിയും കുറച്ച് കൂടുതലായിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ അപ്പം മറ്റേ ഫോണിൽ ഇങ്ങനെ നോക്കിയത് ഇത് അതിനെങ്കാട്ടി കൂടുതലാണോ കുറവാണെന്നൊക്കെ. എന്തായാലും ഞങ്ങൾ ഓണം അടുപ്പിച്ചിട്ടൊന്നും കൂടി വരാൻ പ്ലാൻ ഇട്ടുണ്ട്. കണ്ടോ ഈ മാലകൾ സെറ്റൊക്കെ എന്ത് ഭംഗിയാണ്. ഞങ്ങൾക്ക് ആ കല്യാണത്തിൻ്റെ സമയത്ത് ഇങ്ങോട്ട് വരാൻ പറ്റാത്തതിന് ഞങ്ങൾക്ക് 3 ആളും ഖേദിക്കുന്നു ഗൈസ്. എൻ്റെ ഒരു കാര്യം പറയാ വെച്ചാൽ ഞാൻ കല്യാണ സമയത്ത് 600-ൻ്റെ ഒക്കെ ഒരു മാലൻ്റെ ഒരു സെറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. ആ സാധനത്തിന് ഇവിടെ 200 ഉള്ളൂ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം എത്ര റേറ്റ് കുറവാണെന്ന്. അങ്ങനെ അതിൻ്റെ സങ്കടം പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഒരു ഷെയ്ക്ക് കുടിക്കാൻ വേണ്ടി പോയതാട്ടോ. ചെറുതായിട്ട് വിശപ്പിൻ്റെ വിളി വന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഷെയ്ക്കൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ നേരെ പോയത് ശരവണ സ്റ്റോർക്ക് ആയിരുന്നു. ഈ ശരവണ സ്റ്റോർക്ക് എത്തുന്നതിനൊരു വലിയൊരു കഥ ഉണ്ട് ഗൈസ്. ഞങ്ങൾക്കറിയാം ഇവിടുത്തെ മെയിൻ ഷോപ്പാണ് ശരവണ സ്റ്റോർ. ഞങ്ങൾ 2-3 വട്ടം ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ ഇൻസ്റ്റയിൽ ഒരു ശരവണ സ്റ്റോർ കണ്ട്. ഇവിടെ കുറേ ശരവണ സ്റ്റോർ ഉള്ളതുകൊണ്ട് ഇൻസ്റ്റയത്തെ ശരവണ സ്റ്റോർ ഏതാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. അതുകൊണ്ട് ഞങ്ങൾ അത് നോക്കി ഇങ്ങനെ അലഞ്ഞ് നടക്കുകയായിരുന്നു. അവിടെ ഇങ്ങനെ 8 രൂപ മുതൽ കമ്മലുകൾ ഉണ്ട് എന്നുള്ളൊരു റീല് കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ ശരവണ സ്റ്റോർ നോക്കി നടക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനെന്തോ ഒരു റീലിൽ ഇങ്ങനെ എന്തോ ഒരു ആക്ടേഴ്സിൻ്റെ അങ്ങനെ എന്തോ ഒരു ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തിരഞ്ഞിങ്ങനെ നടന്നപ്പോൾ ഞങ്ങൾ അവിടെ ഒരു ശരവണ സ്റ്റോറിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ട് അവിടുത്തെ സെക്യൂരിറ്റിനോട് ചോദിച്ചു ഇതാണോ ഈ ശരവണ സ്റ്റോർ. ഞങ്ങൾ വീഡിയോ ഒക്കെ കാണിച്ചു കൊടുത്തു. അപ്പോൾ അവർ പറഞ്ഞു അല്ല ഇതല്ല മോളെ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് പറഞ്ഞയച്ചു. അങ്ങനെ ഞങ്ങൾ ഗൂഗിൾ മാപ്പൊക്കെ നോക്കി വളഞ്ഞ് തിരിഞ്ഞ് പോയപ്പോൾ എന്താ ഞങ്ങൾ ഫ്രണ്ടിൽ ആ സെക്യൂരിറ്റിനോട് ചോദിച്ച അതേ ശരവണ സ്റ്റോറിൻ്റെ ബാക്ക് സൈഡിലാണ് ഞങ്ങൾ വന്നത്. ആ സെക്യൂരിറ്റിന് ഞങ്ങൾ കുറേ ചീത്ത പറഞ്ഞിട്ട് ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഒന്ന് സർക്കിട്ട് അടിച്ചു കിട്ടോ. ഞങ്ങൾ റേറ്റ് കുറവിൻ്റെ സാധനമൊക്കെ നോക്കിയിട്ടാണ് വന്നതെങ്കിലും ഇവിടെ ഒരു യാതൊരു റേറ്റ് കുറവില്ല. കമ്മലുകളൊന്നും റേറ്റ് കുറവില്ല. ഉണ്ട് 10 രൂപ മുതൽ തുടങ്ങണുണ്ട്. പക്ഷെ അതൊക്കെ പഴയ കമ്മലുകളാട്ടോ. പിന്നെ പൊടി പിടിച്ച കമ്മലുകൾ അങ്ങനെയൊക്കെയാണ്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഒന്നും എടുത്തില്ല. പിന്നെ ബേസിക്കലി ഞങ്ങൾ ഫസ്റ്റ് പോയ കടനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടെ നല്ല റേറ്റ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഒന്നും എടുക്കാൻ വേണ്ടി നിന്നില്ല. ഞങ്ങൾ ഒന്നും കൂടി പുറത്ത് കറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതിനെങ്ങാട്ടി അഫോർഡബിൾ ആയിട്ട് ഞങ്ങൾക്ക് കിട്ടും തോന്നി. ഞങ്ങളാണെങ്കിൽ ആദ്യമൊക്കെ എന്ത് സാധനങ്ങളും എന്ത് മേടിക്കാനാണെങ്കിലും ആദ്യം ശരവണ സ്റ്റോർക്ക് കേട്ടോ വന്നിരുന്നത്. ഇനി ഞാനത് ചെയ്യില്ല. എന്താ വെച്ചാൽ നമുക്ക് പുറത്തുള്ള ഷോപ്പത്തൊക്കെ ഒരു റേറ്റ് നോക്കുമ്പോൾ ഇവിടെ നല്ല റേറ്റ് കൂടുതലാട്ടോ. അങ്ങനെ അതാ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തപ്പോൾ ആ അങ്കിള് വന്നിട്ട് പറഞ്ഞു ഇവിടെ വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റില്ല, അലൗഡ് അല്ലാന്ന്. അപ്പോൾ ഞാൻ വീഡിയോ ഓഫ് ആക്കിട്ടോ. പിന്നെ കുറച്ച് നേരം അവിടെ കറങ്ങിയിട്ട് ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി. ശിശിര ആദ്യമായിട്ടാട്ടോ ടി നഗർ വരുന്നത്. ഞാനും ആളും 2-3 വട്ടം വന്നിട്ടുണ്ട്. അപ്പോൾ ശിശിരനെ ഇവിടെ എല്ലായിടത്തും കാണിച്ചു കൊടുക്കുക എന്നാണ് ഞങ്ങളുടെ മെയിൻ ഉദ്ദേശം. ഇതൊക്കെ ഈ മാലകളൊക്കെ എന്ത് രസമാണ്, നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. നല്ല അഫോർഡബിൾ റേറ്റുമാണ്. ഞങ്ങൾ പൈസ കുറച്ചായിട്ടാട്ടോ വന്നത്. മാസാവസാനമായിരുന്നു ഞങ്ങൾ പോയത്. അപ്പോൾ എന്താ പറയുക, പൈസ ഒന്നും ഉണ്ടായിരുന്നില്ല. അത് ഞങ്ങളുടെ ഭർത്താക്കന്മാരെ ഞങ്ങളോടാവുന്നതും പറഞ്ഞു നിങ്ങൾക്ക് അടുത്ത മാസം സാലറി കിട്ടി പോയാൽ പോരെന്ന്. ഞങ്ങൾ മുന്നോട്ട് വെച്ച കാലം മുന്നോട്ട് തന്നെ. പൈസ ഇല്ലെങ്കിലും ഞങ്ങൾ പോയി കറങ്ങി വരുന്നതായിരുന്നു ഞങ്ങളുടെ വാശി. പക്ഷേ അവിടെ എത്തിയപ്പോൾ ഞങ്ങൾക്ക് തോന്നി പൈസ ആയിട്ട് വന്നാൽ മതിയായിരുന്നു. എന്താ വെച്ചാൽ അത്രയും സാധനങ്ങളും അത്ര അഫോർഡബിൾ റേറ്റ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് മിസ്സായിപ്പോയി. ഇപ്പം എന്തായാലും ഓണത്തിൻ്റെ സമയത്തൊന്നും കൂടി ഞങ്ങൾ വരാമെന്നൊക്കെ പ്ലാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ.
സെക്ഷൻ ആട്ടോ. ടി നഗറിൻ്റെ അവിടെ നിന്ന് കുറച്ചും ഇങ്ങോട്ട് പോന്നിട്ടുണ്ടെങ്കിൽ ഒരു ബ്രിഡ്ജിൻ്റെ അടിയിലാട്ടോ അത്. ഇവിടെ ഇതേപോലെ കുറേ ഷോപ്പുകളുണ്ട്. ഇവിടെ ബാഗ്, പിന്നെ ഡ്രസ്സ്, ഫാൻസി സാധനങ്ങൾ, ചെരുപ്പ്, അങ്ങനെ എല്ലാതും ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ നല്ല ബാർഗെയിൻ ചെയ്തിട്ട് വാങ്ങിക്കുക അടിപൊളിയാണ്. ഇവർ നല്ല റേറ്റ് കൂട്ടി പറയും. അപ്പം നമ്മൾ മാക്സിമം നമുക്ക് പറ്റണ പോലെ ബാർഗെയിൻ ചെയ്യുക. അവർ നല്ല കുറച്ചിട്ട് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യമൊന്നും സമ്മതിക്കില്ല. പക്ഷേ പിന്നെ പറഞ്ഞിട്ട് നമുക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് തിരിച്ച് നടന്നിട്ടുണ്ടെങ്കിൽ അവർ വിളിച്ചിട്ട് ആ റേറ്റിന് നമ്മൾ പറഞ്ഞ റേറ്റിന് തന്നെ സാധനം കിട്ടും കേട്ടോ. മാള് നേരെ ഒരു കുപ്പി വെള്ളം മേടിക്കാൻ വേണ്ടി പോയി. ഞങ്ങൾക്ക് നല്ല തായ്ക്കുണ്ടായിരുന്നു, നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ. അപ്പോൾ ഇവിടെ നല്ല ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾക്ക് പൈസ ഇല്ലാത്തതിൻ്റെ ഒരൊറ്റ കാരണത്താൽ ഞങ്ങൾക്ക് സാധനങ്ങളൊന്നും എടുക്കാൻ വേണ്ടി പറ്റില്ല. ഇവരിങ്ങനെ ഇത്ര ടോപ്പിന് 500, 3 ടോപ്പിന് 500, 4 ടോപ്പിന് 600 അങ്ങനെയൊക്കെ വേണ്ടിയിട്ടൊക്കെ റേറ്റ് കിട്ടുന്നുണ്ട്. പക്ഷെ നമ്മളൊന്നും കൂടി എന്താ പറയുക, ബാർഗെയിൻ ചെയ്യുക വെച്ചാൽ അടിപൊളിയാണ്. ഇവർ പറഞ്ഞ റേറ്റിനൊന്നും ഇവിടുന്ന് എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ ഇവിടുത്തെ മെയിൻ പ്രശ്നം എന്താ വെച്ചാൽ മലയാളീസിനെ കാണുമ്പോൾ ഒന്നും കൂടി റേറ്റ് കൂട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ മാക്സിമം ബാർഗെയിൻ ചെയ്യുക, അതന്നെ ഇവിടെ പറ്റുള്ളൂ. ഞങ്ങൾക്ക് തന്നെ ഒരു അനുഭവം ഉണ്ടായി. ഒരു 800 രൂപ ഒരു ടോപ്പിന് പറഞ്ഞു കേട്ടോ. ആ ടോപ്പ് ഞങ്ങൾ 250 വേറെ കണ്ടതായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് എടുത്തില്ല. പക്ഷെ ഇവിടെ ഞങ്ങൾ എത്രയും നോക്കാൻ വേണ്ടി ചോദിച്ചപ്പോൾ അവർ 800 രൂപ പറഞ്ഞത്. പിന്നെ ഞങ്ങൾ വേണ്ടാന്നൊക്കെ പറഞ്ഞപ്പോൾ എടുത്ത മക്കളെ ഞങ്ങൾ റേറ്റ് കുറച്ച് തരാം അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞങ്ങൾ വേണ്ട പറഞ്ഞിട്ട് ഞങ്ങൾ പോരും കേട്ടോ ചെയ്തത്. അപ്പോൾ ആ ഒരു പ്രശ്നമുണ്ട്. മാക്സിമം ബാർഗെയിൻ ചെയ്യാൻ പറ്റുന്നിടത്തോളം ബാർഗെയിൻ ചെയ്യുക കേട്ടോ. ടി നഗർ പോയിട്ട് പിന്നെ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഷോപ്പാട്ടോ ഇത്. ഇതിൻ്റെ ഫ്രണ്ടത്തെ ഒരു സംഭവം ഞാൻ എടുക്കാൻ വേണ്ടി മറന്നുപോയി. എന്താ വെച്ചാൽ കടയുടെ പേര് ഞാൻ എടുക്കാൻ വേണ്ടി മറന്നുപോയി. എന്താ പാണ്ഡ്യൻ സ്റ്റോർ എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പാട്ടോ ഇത്. അടിപൊളി കളക്ഷൻസ് ആണ് ഗൈസ്, ഒരു രക്ഷയില്ല. നോക്കി കമ്മലൊക്കെ നോക്കി എന്ത് ഭംഗിയാണ്. ഞാനും മാളും കൂടിയിട്ട് തന്നെ ട്രയൽ നോക്കൽ തന്നെയായിരുന്നു പണി. മാളിന് നല്ല ഇഷ്ടമായിട്ടോ. അത്ര 80 രൂപ 70 രൂപ ആയിട്ടേ ഉള്ളൂ ഈ കമ്മലിനൊക്കെ. നല്ല ഭംഗി ഉണ്ടായിരുന്നേ. ഞങ്ങൾ രണ്ടാളും കുറേ നേരം അവിടെ നിന്നിട്ട് കുറേ കമ്മലൊക്കെ ട്രയൽ ചെയ്തു കേട്ടോ. ശിശിര അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറി. ശിശിര അനിയത്തിമാർക്ക് കുറേ കമ്മലൊക്കെ നോക്കായിരുന്നു. ഞങ്ങൾ ഫസ്റ്റ് കയറി ഷോപ്പിനെങ്കാട്ടി എത്രയോ അഫോർഡബിൾ ആട്ടോ ഇവിടെ. നല്ല റേറ്റ് കുറവ് പറഞ്ഞാൽ നല്ല റേറ്റ് കുറവ് വരുന്നത്. ഞങ്ങൾ അവിടെ നിന്ന് 2-3 കമ്മൽ ഞാൻ എടുത്തുകൊണ്ട് ഞാൻ ഇവിടെ നിന്നൊന്നും എടുത്തില്ല. കുറേ നോക്കിയിട്ടോ, കമ്മലൊക്കെ നോക്കി. കമ്മല്, മാല്, എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. ബാംഗിൾസിനൊക്കെ ആയിട്ട് ഒരു സെക്ഷൻ തന്നെയാണ് ഇവിടെ. ഇതൊക്കെ എന്ത് ഭംഗിയാണ്. നല്ല എന്താ പറയുക, ഒരു ക്ലാസിക് ലുക്ക്. അടിപൊളി സാധനം പറഞ്ഞാൽ അടിപൊളി സാധനം. പിന്നെ അതാ മുടിവാരൊക്കെ എന്ത് ഭംഗിയായിട്ടാണെന്ന് അറിയാം ഇവരെ സെറ്റിങ് ആട്ടോ. മറ്റേ എന്താ പറയുക, ഡിസ്പ്ലേക്ക് വെച്ചുള്ളതാട്ടോ ഭംഗി എന്ന് പറയുന്നത്. ഈ ഷോപ്പിലൊക്കെ നമ്മൾ വെറുതെ ഒന്ന് കാണാൻ വേണ്ടി കയറിയാലും നമ്മൾ എടുത്തു പോകും. അങ്ങനെയാണ് ഇവരുടെ ഡിസ്പ്ലേ. എനിക്ക് നല്ല ഇഷ്ടമായി പറഞ്ഞാൽ നല്ല ഇഷ്ടമായി കേട്ടോ. ശിശുദിൻ്റെ ഇടയിൽ ഫുള്ള് തഗ്ഗായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. ഇത് ബാംഗിൾസിന് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു സെക്ഷൻ ആട്ടോ. ആ കല്യാണത്തിൻ്റെ സമയത്തൊക്കെ ഒരു വള, കളറ് മാച്ചുള്ളൊരു വളക്ക് വേണ്ടിയിട്ട് എത്ര തിരഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഷോപ്പൊക്കെ അന്ന് അറിയുകയാണെന്നുണ്ടെങ്കിൽ ഫാമിലിയോടൊക്കെ തന്നെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്ന സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഒരു 5-6 കടയിൽ കയറേണ്ട സാധനം ഇവിടെ ഒരൊറ്റ കടയിൽ കയറി കിട്ടും കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയിട്ടോ. ഞങ്ങൾ ഇരുട്ടാകുമ്പോഴത്തേനെ വീട്ടിലെത്തണം എന്നായിരുന്നു പ്ലാനിങ്. പക്ഷെ നടന്നില്ല, അത് സ്വാഭാവികം. ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. പിന്നെ അതാ ഞങ്ങൾ കുറേ ഷോപ്പൊക്കെ നോക്കി. പിന്നെ ഞങ്ങൾക്ക് ജീൻസ് എടുക്കണം എന്ന് ഉണ്ടായിരുന്നു കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ കുറേ നോക്കി. പക്ഷേ ഞങ്ങൾക്ക് ഇഷ്ടമായില്ല. ഞങ്ങൾ 2-3 ഷോപ്പിലൊക്കെ ഇവരിങ്ങനെ വിളിച്ച് കയറ്റിയിട്ടുണ്ടായിരുന്നേ ആൾക്കാർ. ഇവിടെ വരും മേഡം അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഒന്നും ഞങ്ങൾക്ക് ഇഷ്ടമായില്ല. അതിനത് വരുന്ന വഴിക്ക് ഞങ്ങൾ ഞാവൽപ്പഴം വാങ്ങിച്ചു. അത് കണ്ടപ്പോൾ ഒരു നൊസ്റ്റടിച്ചു കേട്ടോ. ഞാവൽപ്പഴത്തിൽ ഉപ്പും മുളകൊക്കെ ഇട്ടിട്ട് വാങ്ങിച്ച് 20 രൂപ ഇരുന്നിട്ട് ആ ഒരു കുഞ്ഞിക്കവറിന്. അപ്പോൾ ഇത്രയുള്ളത് അത്തരത്തിൽ ഷോപ്പിംഗ് വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കണം. ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു ആയിട്ട് പിന്നെ കാണാം. ടാറ്റാ, ബൈ ബൈ.